സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം, നിറയും അടയാളം. പിതാവിൻ കൽപ്പനകളും യേശുവിൻ വചനങ്ങളും ആത്മാവിൻ ഫലങ്ങളും മാതാവിൻ വിശുദ്ധിയും അനേകരിൽ നിറയും അടയാളം, അടയാളം. സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം, നിറയും അടയാളം. In the name of Jesus. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന ദൈവവചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം. ഒരുപക്ഷെ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ഈ വിഷ്വൽ മീഡിയ പ്രോഗ്രാമിൻ്റെ ആപ്തവാക്യം അതാണ്. ഈ ശുശ്രൂഷയിലൂടെ ധാരാളം പേർക്ക് ദൈവ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിനെ കാരണമായിട്ടുണ്ട്. ആ ശുശ്രൂഷയെ ദൈവം വഴി നടത്തുന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു. ആ ശുശ്രൂഷയെ കരം കൊടുത്ത് കരുത്തു പകർന്ന് നമുക്ക് ദൈവമഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദ നെയിം ഓഫ് ജീസസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തെരുവ് ശുശ്രൂഷകനായ ബ്രദർ വർക്കിച്ചൻ ചങ്ങനാശ്ശേരിയാണ്. എൻ്റെ യുവത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പുറകെ എന്നെ തിരിച്ചറിയാത്ത ഒരു നേതാവിന് വേണ്ടി ജീവിതം ചെലവഴിച്ചു. 10-18 വർഷക്കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ നടന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു തിക്ത അനുഭവം എന്ന് പറയുന്നത്, കണ്ണൂർ SP-യെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കണ്ടാൽ അറിയാവുന്ന 1000 പേരുടെ പേരിൽ കേസെടുത്തു. അന്ന് ഞാൻ എൻ്റെ ഭവനത്തിൽ, എൻ്റെ കൃഷിസ്ഥലങ്ങളിൽ അന്ന് ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് എന്നെ പോലീസ് പിടിക്കാനായിട്ട് എൻ്റെ ഭവനത്തിൽ അർദ്ധരാത്രിയിൽ കയറി വരികയും പോലീസുകാർ അമ്മയോട് പറഞ്ഞു, നാളെ 10 മണിയാകുമ്പോൾ അതിനു മുൻപ് സ്റ്റേഷനിൽ വന്ന് ഹാജരായില്ലെങ്കിൽ മകൻ്റെ എല്ലിൻ്റെ എണ്ണം കൂടുമെന്ന് ഓർമ്മിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ചാച്ചൻ ചോദിച്ചു, എന്ത് കുറ്റമാണ്? കുറ്റമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാമെന്നും പറഞ്ഞ് അവർ പോയി. ഏതായാലും ആ കേസ് മുൻപോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പോയി എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കണ്ടു. അപ്പോൾ ആ നേതാവിന് എൻ്റെ കേസ് പിടിക്കാൻ സമയമില്ല, കാരണം അദ്ദേഹത്തിന് നിന്ന് ഒരു പൈസ പോലും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ പാർട്ടിയുടെ ഒന്നും പുറകെ പോയിട്ട് വലിയ കാര്യമില്ല എന്ന്. ആ കാലഘട്ടത്തിൽ എനിക്ക് വലിയ സാമ്പത്തികമായ ബാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ നിരാശനായി, കാരണം ഇത്രയും കാലത്ത് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ തിക്ത അനുഭവം ഇതാണ്. എൻ്റെ യുവത്വം ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ചു, എൻ്റെ സമ്പത്തെല്ലാം ഒത്തിരി കടബാധ്യത ഈ പാർട്ടി മുഖാന്തരമായി. അപ്പോൾ ഞാനിങ്ങനെ നിരാശനായി കഴിയുമ്പോൾ ഒരു ധ്യാനം കൂടാനായിട്ട് മക്കിയാട് എന്ന് പറഞ്ഞ ധ്യാന സെൻറ്ററിൽ പോയി. ആ ധ്യാന സെൻറ്ററിൽ പോയി ധ്യാനം കൂടുമ്പോഴാണ് അവിടുത്തെ ധ്യാനഗുരുവായിരുന്ന ജോയിച്ചൻ പറയുന്നത്, നിങ്ങളുടെ ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ അത് കർത്താവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തിട്ട് ഉറക്കെ സ്തുതിക്കാൻ.
സ്തുതിക്കുമ്പോൾ നാലാൾ കേൾക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ഉറക്ക സ്തുതിച്ചോളാൻ പറഞ്ഞു. അടുത്ത് നിൽക്കുന്ന ആൾ എന്താ പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോഴാണ് എനിക്ക് തിരിച്ചറിവ് വന്നത്, എൻ്റെ കർത്താവെ, ഞാൻ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തൊണ്ട പൊട്ടി എന്തോരം ആളുകൾ കേൾക്കുന്ന രീതിയിൽ ഞാൻ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. പക്ഷെ നാലാൾ കേൾക്കുന്ന രീതിയിൽ നിന്നെ ഒന്ന് ഇന്ന് വരെ ഞാൻ വിളിച്ചിട്ടില്ലോ എന്ന് എനിക്ക് മനസ്സിലൊരു തോന്നൽ വന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്തുതിക്കുകയല്ല ചെയ്ത്, ഞാൻ പാർട്ടിക്ക് മുദ്രാവാക്യം വിളിച്ചല്ലോ, പാർട്ടിക്ക് എന്തായാലും മുദ്രാവാക്യം വിളിച്ചല്ലോ, എന്നാൽ നിനക്ക് വേണ്ടി 2 മുദ്രാവാക്യം വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവർ സ്തുതിക്കുമ്പോൾ ഞാനവിടെ നിന്ന് ലോകരക്ഷക കീ ജയ്, പാപമോചക കീ ജയ് എന്ന് ഞാൻ മുദ്രാവാക്യം വിളിച്ചു. അപ്പോൾ വീണ്ടും വചനം എന്നോട് പറഞ്ഞു, എൻ്റെ ദൈവം അറിയാതെ നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഒരു കാര്യങ്ങളും സംഭവിക്കില്ല എന്ന്. ആ ഒരു തിരിച്ചറിവ് വന്നപ്പോൾ ആ ധ്യാനത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ അവശേഷിക്കുന്ന ജീവിതം നിനക്ക് വേണ്ടി ഞാൻ പ്രഘോഷിക്കും. രാഷ്ട്രീയ പാർട്ടിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ കർത്താവിൻ്റെ നാമം മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കാൻ വേണ്ടി, കർത്താവിൻ്റെ നാമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി എൻ്റെ ജീവിതം ഞാൻ ചെലവഴിക്കുമെന്ന് തീരുമാനിച്ച് ആ തീരുമാനമെടുത്ത് ഞാൻ വീണ്ടും ഒരു ധ്യാനത്തിന് പോകുന്നത് പവർ എവാഞ്ചലൈസേഷൻ എന്ന 2033 യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ 2000 മരണവാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ആ ജൂബിലിയുടെ ഒരുക്കത്തിന് വേണ്ടി പോയപ്പോഴാണ് നമ്മൾ വചനം 2033 ആകുമ്പം ലോകത്തെല്ലായിടത്തും എത്തിക്കണമെന്ന് അവിടെ പറഞ്ഞ ക്ലാസ് നയിച്ചവർ പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കണമെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ആ തീരുമാനവുമായിട്ട് ഏറ്റെടുത്ത് ഞാൻ എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ഭവനത്തിൽ വലിയ തിക്ത അനുഭവം തന്നെയാണ് ഉണ്ടായത്. കാരണം ആർക്കും അത് സ്വീകരിക്കാൻ സാധിക്കില്ല. കർത്താവിൻ്റെ നാമം പറഞ്ഞ് ഇന്ന് തെരുവുകളിൽ നിന്ന് വചനം പറയുമ്പോൾ അത് പന്തക്കുസ്ത അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് തെറ്റിദ്ധരിച്ച്, അതുകൊണ്ട് എൻ്റെ മക്കൾ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോകില്ല എന്ന്. എൻ്റെ ഭാര്യ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകില്ല, എങ്ങും പോകില്ല എന്ന്. എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം, അമ്മ അത്രയും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അമ്മ പറഞ്ഞത്, നിനക്കൊരു മകനും മകളുമുണ്ട്, അവർക്ക് കെട്ടിക്കാനുണ്ട്, കിട്ടാനുണ്ട് എന്നൊക്കെയുള്ള ഒരു ചിന്ത വേണം. കാരണം അവരൊക്കെ, ഞങ്ങൾ 9 മക്കളാണ്. ഇവരിൽ പലരും ഇങ്ങനെ പല കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു കൊടുക്കും. തെരുവിൽ ഇങ്ങനെ വചനം പ്രഘോഷിച്ചാൽ അവന് മാനസിക രോഗമാണെന്ന് പറയും, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താനാണ് തീരുമാനിച്ചത്. പക്ഷേ എങ്കിലും എൻ്റെ ഹൃദയത്തിലൊരു തേങ്ങലുണ്ട്. ഞാൻ അവിടുന്ന് തീരുമാനമെടുത്തു യേശുവിന് വേണ്ടി പ്രഘോഷിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വചനം തന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ പ്രതി മക്കളെയോ ഭവനത്തെയോ ആരെല്ലാം ഉപേക്ഷിച്ചാലും നിനക്ക് അതിന് 100 ഇരട്ടിയായി ഇവിടെ നിന്ന് ലഭിക്കുമെന്നും സ്വർഗത്തിൽ നിനക്ക് നിത്യജീവനം ഉണ്ട് എന്നും. അതുപോലെ വീണ്ടും വചനം എന്നെ ഓർമ്മിപ്പിച്ചത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്നുള്ള തിരുവചനം. അങ്ങനെ ഞാൻ തീർത്തും തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, ഇനി എന്നെ ഇതിന് തടയരുത്, ഞാൻ ഈ സുവിശേഷവുമായി ഞാൻ പോകുമെന്ന്. അങ്ങനെ ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പലപ്പോഴും ഭവനത്തിൽ വരുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് മരിച്ച ഒരു വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ എന്തോ വലിയ ഒരു അപരാധം ചെയ്തിട്ട് വരുന്ന മാതിരിയായിരുന്നു ആദ്യം അവരുടെ പ്രതികരണം. പിന്നീട് ഞാനിങ്ങനെ തെരുവുകളിൽ വചനം പ്രഘോഷിച്ചപ്പോൾ വചനം ശ്രമിച്ചവർ വീട്ടുകാരോട് പറഞ്ഞു അത് നല്ല വചനപ്രഘോഷണമായിരുന്നു എന്നൊക്കെ പല ഭാഗത്തു നിന്നും ഇവരുടെയൊക്കെ കേൾക്കാൻ സാധിച്ചത് കൊണ്ട് ഇവരുടെ മനസ്സ് മാറാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മാനുഷിക ബുദ്ധിക്ക് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇത് മോശമാണോ നല്ലതാണോ എൻ്റെ സഹോദരങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഇവരൊക്കെ താമസിക്കുന്ന സിറ്റികളിൽ പോയിട്ട് ഞാൻ വചനം പറഞ്ഞു. അപ്പോൾ അവരോട്, എൻ്റെ സ്വന്തക്കാരോട് വചനം കേട്ടവർ പറഞ്ഞു വലിയ അഭിഷേകം നിറഞ്ഞ വചനപ്രഘോഷണമായിരുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇവരുടെ മനസ്സ് മെല്ലെ മെല്ലെ അയഞ്ഞു തുടങ്ങി. ഏതായാലും വീണ്ടും ഇവർ ഈ വചനപ്രഘോഷത്തിന് വേണ്ടി ജപമാല ചൊല്ലിയതിനു ശേഷം കരുണക്കൊന്തയിൽ 2ാമത്തെ ദിവ്യരഹസ്യം എല്ലാ വചനപ്രഘോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതായാലും പിന്നീടുള്ള നാളുകൾ എന്ന് പറയുന്നത് എന്നെ അടിക്കടി കർത്താവ് പരിപാലിച്ചുകൊണ്ട് ഓരോ ദേവാലയങ്ങളിൽ നൈറ്റ് ബീച്ചിൽ, അതുപോലെ ഞാൻ
തളിപ്പറമ്പ് ധ്യാന കേന്ദ്രത്തിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ അവസരം ലഭിച്ചു. ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ ദേവറോം എന്ന പള്ളിയിൽ എനിക്ക് ധ്യാനം നയിക്കാൻ എന്നെയും തോമസ് അച്ഛനെയും അപ്പോൾ കർത്താവ് ഞാൻ അറിയാതെ തന്നെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്ന് ഞാൻ തെരുവുകളിലാണ് വചനം പ്രഘോഷിക്കുന്നത്. തെരുവുകളിൽ വചനം പ്രഘോഷിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെരുവുകളിൽ നിൽക്കുന്നവർ മാനസിക പിരിമുറുക്കമുള്ളവർ കാണും, മദ്യപാനികൾ കാണും, അതുപോലെ തന്നെ വിശ്വാസക്കുറവുള്ളവർ കാണും. ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ആളുകളെ എടുത്ത് നമ്മൾ വചനം പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ ഒരു സംരക്ഷണം എനിക്ക് ലഭിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന മഹനീയ ശുശ്രൂഷ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. കണ്ണൂർ ആലക്കോട് അടുത്ത് ഉദയഗിരിയിലുള്ള വർക്കേച്ചൻ ബ്രദറിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ ജെറോം പറഞ്ഞ വാക്കുകൾ നമുക്ക് ഈ സമയം കൊണ്ടുവരാം. രക്തം ചിന്തിയുള്ള മരണം മാത്രമല്ല രക്തസാക്ഷിത്വം. കർത്താവിന് പ്രതിഷ്ഠമായ ആത്മാവിൻ്റെ ശരിയായ സേവനം അനുദിന രക്തസാക്ഷിത്വമാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വർക്കേച്ചനോട് ചേർന്ന്, വർക്കേച്ചൻ ഇപ്പോൾ ചെയ്യുന്ന എൽറോയ് മിനിസ്റ്ററോട് ചേർന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അഭിഷേകത്തെ ഞങ്ങളെ നിറയ്ക്കണമേ. ഓരോ നിമിഷവും വലിയ രക്തസാക്ഷിത്വ അനുഭവം ഞങ്ങൾക്ക് തന്നുകൊള്ളുന്നുണ്ട്. ദൈവ അനുഭവം തന്നുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനുള്ള അസ്വസ്ഥതകൾ വിട്ടുമാറിപ്പോകട്ടെ, ക്ഷീണം വിട്ടുമാറിപ്പോകട്ടെ. കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി, അഭിഷേകം, അനോയിന്റിങ് പവർ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളായിരിക്കുന്ന സ്ഥാപനത്തെയും കർത്താവെ നീ അനുഗ്രഹിക്കണം ഈ സമയങ്ങൾ. ഓ കർത്താവെ, അവിടത്തോടു കൂടി ആയിരിക്കാൻ, എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 4, 5 ഒക്കെ തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സാവൂളിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിച്ചൊരു വിഷയമാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി സാവൂൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മിന്നലൊലി പോലെ ഒരു പ്രകാശം സാവൂളിന് നേരെ കടന്നു വരികയും സാവൂൾ അവിടെ നിലംപതിക്കുകയും ചെയ്യുന്നു. ആ നിലംപതിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഒരു സ്വരം കേൾക്കുന്നു, സൗൾ സൗൾ. സൗൾ പറയുന്നു, അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ.
നീ പീഡിപ്പിക്കുന്ന യേശുവാ ഞാൻ. നമ്മൾ സത്യം തിരിച്ചറിയുക. ഈ വർക്കേച്ചൻ്റെ ജീവിതത്തിലേക്ക് വർക്കേച്ചൻ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വർക്കേച്ചൻ്റെ ജീവിതത്തിലെ പ്രത്യേകിച്ച് ജയിലുകളും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനൊക്കെ കയറിയുമ്പോൾ ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ, ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോയി എന്ന് പറയുന്നു, ഞാൻ ഏത് നേതാവിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്? ആമേ, ഹല്ലേലൂയ. ഞാൻ ഏത് നേതാവിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നത്? നശ്വരമായ നേതാവിന് വേണ്ടി ഞാൻ ഓടുകയാണോ? എനിക്ക് വേണ്ടി എൻ്റെ ജീവൻ തരാൻ തയ്യാറുള്ള നേതാവിന് വേണ്ടിയാണോ ഞാൻ ഓടുന്നത്? ഒരു തിരിച്ചറിവ് വർക്കിച്ചൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ചപ്പോൾ ഇന്ന് 52കാരനായ വർക്കിയച്ചൻ ഇന്ന് മുഴുവൻ സമയവും ഇന്ന് സുവിശേഷത്തിന് ഓടുന്നു. എന്നാൽ സ്വന്തം കുടുംബത്തിന് ജീവിതത്തിന് വേണ്ടി കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇന്ന് കുടുംബം സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുക. അമ്മേ, ഹല്ലേലൂയ. ശക്തി പറഞ്ഞ ഹല്ലേലൂയ. ഇത് ഒരു നേതാവിൻ്റെ പിന്നാലെ ഓട്ടം മാത്രമല്ല ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം, ചിലവർക്ക് ചില കാര്യങ്ങളിൽ അത് രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കാം, ഇല്ലെങ്കിൽ മറ്റ് കായിക മേഖലയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളോ കലാപരമായ കാര്യങ്ങളിലോ തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ മറ്റൊരു ചെയ്യുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ആരാധനയ്ക്ക് പല അർത്ഥങ്ങളും കിടപ്പുണ്ട്. പക്ഷെ അവരിലുണ്ടാകുന്ന ഒരു ആരാധന മൂത്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ അടിമപ്പെടുക ചെയ്യുന്നത്. ആമേ, ഹല്ലേലൂയ. പെട്ടെന്ന് പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം തിരുവചനം, അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെടരുത്, അവ നിന്നെ കാളക്കുറ്റനെ പോലെ കുത്തുകയും നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും, അവസാനം നീ ഒരു ഉണക്കമരമാവുകയും ചെയ്യും. ആമേ, ഹല്ലേലൂയ. നമ്മൾ ഒന്നിനും പുറകെ നമ്മൾ പോകരുത്, ഒരു വ്യക്തിയുടെയും പിന്നാലെ നമ്മൾ പോകരുത്. ആത്മീയ മേഖല ആണെങ്കിലും പോലും ആത്മീയ മേഖലയിലേക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി എന്തിനാണ് പുറകെ പോകണേ നമുക്ക് പലപ്പോഴും അത് തിരിച്ചറിയാത്ത രൂപത്തിൽ സാത്താൻ അവരെ കെട്ടിട്ടുണ്ടാവും. ആരെയും മനുഷ്യന്റെ പിന്നാലെയല്ല മനുഷ്യൻ പോകുന്നത്. അത് രാഷ്ട്രീയയിലും ആത്മീയ തലമാണെങ്കിലും. ആത്മീയ തലമാണെങ്കിൽ നമ്മൾ പോകേണ്ടത് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നത്. ആ ഒരു തിരിച്ചറിവ് വർക്കിയച്ചൻ ഉണ്ടായപ്പോഴാണ് വർക്കിയച്ചൻ ഭൗതിക തലത്തിൽ നിന്ന് മാറി ആത്മീയ തലവും പേറുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത്. ഭൗതിക തലത്തിൽ നമ്മൾ ഓരോ വ്യക്തിയുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ അവൻ്റെ ഇഷ്ടം എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവൻ പൊതു നന്മയ്ക്കാണെന്നാണ് ധാരണ. പക്ഷേ ആ പൊതു നന്മയേക്കാൾ ഉപരിയായിട്ട് അവൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ നിറവേറാൻ വേണ്ടി പല അഭ്യാസങ്ങളും അവൻ ചെയ്തു കൂട്ടുകയും ചെയ്യുന്നു. എല്ലാ മേഖലകളിലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഭൗതിക തലങ്ങൾ മാത്രമല്ല ആത്മീയ തലത്തിലും പല നേതൃത്വം നിറയുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. സോളമൻ പ്രാർത്ഥിച്ചതുപോലെ നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള വിവേകം, ജ്ഞാനം, വിസ്ഡം തരണേ എന്ന സോളമൻ പ്രാർത്ഥിച്ചു. ഇത്രയും കൃപയുള്ളൊരു വ്യക്തിയാണ് പ്രാർത്ഥിച്ചത്. ഏത് ശരി ഏത് തെറ്റ് എന്ന് തിരിച്ചറിയാൻ ഉള്ള കൃപ, ആത്മാവ്, ആ സോൾ നമുക്ക് തരണം എന്നാണ് പ്രാർത്ഥിച്ചത്. അമ്മേ, ഹല്ലേലൂയ. വർക്കിയച്ചൻ്റെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ വർക്കിയച്ചൻ ആ ഭൂമിയിലുള്ള ആ നേതാക്കന്മാരെ എടുത്തു മാറ്റിക്കൊണ്ട് അവിടുന്ന് യഥാർത്ഥ നേതാവിനെ കണ്ടെത്തി. അതാണ് നമ്മുടെ കർത്താവായ യേശു മിശിഹ. ആ മിശിഹായെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഇന്ന് ആ ഒരു ശക്തി, ഈ ഒരു അഭിഷേകം വർക്കിയച്ചൻ്റെ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ വർക്കിയച്ചൻ ഇന്ന് വചന ശുശ്രൂഷ മേഖലയിലേക്ക് ഇറങ്ങി. എങ്ങനെ? ഇന്ന് വലിയ ഹോളും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രസംഗിക്കൂ എന്ന് പറയുന്ന കുറേ ആളുകൾക്ക് മുന്നിൽ വ്യത്യസ്തനായി ഇന്ന് തെരുവിലേക്ക്, അത് ഞങ്ങൾ അത് വ്യക്തമായി കണ്ടു, തെരുവിലേക്ക് ഒരു സ്കൂട്ടറിൽ പ്രത്യേകിച്ച് ബോക്സും മൈക്കൊക്കെ വെച്ചുകൊണ്ട് ആംപ്ലിഫയറൊക്കെ വെച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ കണ്ടതൊക്കെ ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. തെരുവിൽ ഇറങ്ങി വന്നുകൊണ്ട് വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു പേടിയില്ല. ഏത് മതവിഭാഗക്കാരുണ്ടെങ്കിലും ഏത് പാർട്ടിക്കാരുടെ മുമ്പിലാണെങ്കിലും ശരി, ഒന്നും ഒരു ഭയമില്ലാതെ സുവിശേഷത്തിന് ഇറങ്ങി പുറപ്പെടുക എന്ന് വർക്കിയച്ചൻ. അത് വർക്കിയച്ചൻ്റെ ആ പുറത്തു മാത്രമല്ല അകത്തും കുടുംബത്തും വലിയൊരു അഭിഷേകമായി മാറിയെന്ന് വർക്കിയച്ചൻ പറഞ്ഞു. തൻ്റെ ഭാര്യ മക്കളും എല്ലാം വലിയ ദൈവകൃപയിൽ ആനന്ദിച്ചിരിക്കുക.
നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയങ്ങളൊക്കെ. ഈ ഒരു അഭിഷേകം, ഞാൻ എന്തിൻ്റെ പിന്നാലെയാണ് ഞാൻ ഇപ്പോഴും നെട്ടോട്ടം പോകുന്നത്? സ്ഥാനമാനങ്ങളെ പിന്നാലെയാണ് ഞാൻ ഓടുന്നത്, അതൊരു ശരിക്കും പറഞ്ഞാൽ വിഗ്രഹമാണത്. പണത്തിൻ്റെ പിന്നാലെയാണ് നീ പോകുന്നത്, അതൊരു വിഗ്രഹമാണ്. വ്യക്തിയുടെ പിന്നാലെയാണ് നീ പോകുന്നത്, അതൊരു വിഗ്രഹമാണ്. ഈ വിഗ്രഹത്തെ തച്ചുടച്ച് അതൊരു പുതിയൊരു വ്യക്തിയായി മാറുവാൻ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓറിയ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ഏത് ശരി ഏത് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് തരണമേ. എല്ലാ തിന്മയുടെ അന്ധകാര കെട്ടുകൾക്കും എതിരെ എഫെസസ് 6:10 പറയുന്ന പ്രഭുത്വങ്ങളും ആധിപത്യങ്ങളും അന്ധകാര ലോകത്തിലെ അധിപന്മാരും സ്വർഗീടങ്ങളും വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളും വരെ പടവട്ടുള്ള കൃപ തരണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു അനുഭവ സാക്ഷ്യം നമ്മൾ കേട്ടുകഴിഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വം ഒരു പ്രത്യേക സന്ദർഭത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നു. ദൈവത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ പുതിയൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്ദേശം മുഴുവൻ ഈ ഒരു വലിയ സത്യമാണ്. ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു മനുഷ്യനും പഴയ ജീവിതവുമായിട്ട് മുൻപോട്ട് പോകുക സാധ്യമല്ല. യേശുവിനെ കാണാൻ വേണ്ടി കിഴക്ക് നിന്ന് പൂജ്യവസ്തുക്കളുമായിട്ട് വന്ന 3 രാജാക്കന്മാർ ഉണ്ണിയേശുവിൻ്റെ സവിധത്തിൽ വിലപ്പെട്ട പൊന്നും മീറയും കുന്തരുക്കും ഇറക്കി വെച്ച് മറ്റൊരു വഴിയെ തിരിച്ചുപോയി എന്നാണ് തിരുവചനം പറയുന്നത്. യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പഴയ വഴിയിലൂടെ ജീവിതം നയിക്കുക ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഇന്നത്തെ അനുഭവ സാക്ഷ്യം വർക്കിയച്ചൻ്റെ ജീവിതം, അത് യേശുവിനെ കണ്ടുമുട്ടി ഇന്ന് ആയിരങ്ങളോട് തെരുവോരങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തി. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള വരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കൂദാശകൾ സ്വീകരിക്കുമ്പോഴും പ്രാർത്ഥനകൾ നടത്തുമ്പോഴും ഭക്തകൃത്യങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോഴും ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന നിന്നെ ഒന്ന് തിരിച്ചറിയാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കേട്ട അനുഭവ സാക്ഷ്യം നമ്മുടെ ഓരോരുത്തരെയും വ്യക്തി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മെ സഹായിക്കട്ടെ. പുതിയൊരു വ്യക്തിയായി ദൈവം ആഗ്രഹിക്കുന്ന, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മ മേഖലകളിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഇതൊരു പ്രചോദനമായി തീരട്ടെ. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Praise the Lord. Hallelujah. In the name of Jesus, കണ്ടുമുട്ട് വരെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.